ഹായ് ഫ്രണ്ട്സ്, ആർട്ടിയസ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് യാത്ര പോകുമ്പോൾ നമുക്ക് ഫുഡ് ഒരു പ്രശ്നമാകാറുണ്ടല്ലേ. അപ്പം നമുക്കിന്ന് ഹോം മെയ്ഡായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു സെർലാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് ഞാൻ 2 കപ്പ് അവൽ, വെള്ളയവൽ, 2 കപ്പ് മട്ടയവൽ എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ മഖാന, ലോട്ടസ് സീഡ് എന്ന് പറയുന്ന സാധനം, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പൊരികടല. ഞാനിപ്പം തൽക്കാലം ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ നട്ട്സാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാം. ശേഷം ഇതിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ഏലക്കായും ഇടുന്നുണ്ട്. പിന്നെ പനങ്കൽക്കണ്ടം, അത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇത്ര ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രത്യേകമാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നും പൊടിച്ചെടുക്കത്തക്ക പരുവത്തിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിക്കണം. ഈ ഐറ്റംസ് എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ സാധനങ്ങൾ മാത്രമാണിതെല്ലാം. അപ്പം നിങ്ങളും ഇതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞിന് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കൊടുക്കുക. പോരാത്തതിന് നിങ്ങളുടെ പീഡിയാട്രീഷ്യനോടും ചോദിക്കുക. ഞാനിത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിക്കാൻ ഓരോന്നും സെപ്പറേറ്റ് പൊടിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അത് ചെയ്യുക. അങ്ങനെ എല്ലാം ഞാൻ സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഞാനിട്ട നട്ട്സുകൾ തന്നെ ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകളെല്ലാം ഉപയോഗിക്കാം. കപ്പലണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ നട്ട്സൊക്കെ പൊടിക്കുമ്പോൾ ഒരുപാടിട്ട് അരയ്ക്കരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് തണുക്കാൻ അനുവദിച്ച ശേഷം മാത്രം ഒരു നനവില്ലാത്ത കുപ്പിയിലേക്ക് ഇട്ട് വെച്ചു. ശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ളതെടുത്ത് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അത് നല്ല ലൂസായിട്ട് കലക്കണം. അപ്പോഴേ ഇത് നമുക്ക് കൊടുക്കാൻ തണുത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരത്തുള്ളൂ. അപ്പം കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.